എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റേ വീഡിയോസ് കുറച്ച് നാളായി എന്നറിയാം വീഡിയോ ഇട്ടിട്ട്. വിഷുവിന് മുമ്പും വിഷു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള മരണമാസം വെച്ച് ബാക്കിയുള്ള പടങ്ങളൊക്കെ കണ്ടതാണ്. അതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാണ്ടിരുന്നത്. പിന്നെ സമയം കിട്ടിയപ്പോൾ എല്ലാവരും റിവ്യൂ ചെയ്തു. പിന്നെ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഇന്നൊരു റിവ്യൂ ചെയ്യണ പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഫൈ മൂവിയാണ് മൂൺഫോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. 2022 ഇറങ്ങിയ സിനിമയാണ്. നമ്മുടെ കോഞ്ചറിങ്ങിലത്തെ നടനാണ് ഈ സിനിമയിൽ നായകൻ. പിന്നെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, ഒരു നടനുണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് വൈസ് ഇത്തിരി കുഴപ്പമില്ലാത്ത കാസ്റ്റിംഗ് ആണ്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് ചന്ദ്രൻ വന്നിട്ട് ചന്ദ്രൻ വീഴാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിലേക്ക് ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാവണ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. സൈഫൈ മൂവി ആണെങ്കിലും അങ്ങനെ തിയറിപരമായിട്ടുള്ളൊരു സാധനമല്ല ചെയ്തിരിക്കുന്നത്. എന്നാലും തിയറികളുണ്ട്, ഇല്ല എന്നല്ല പറയണത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ 2012 സിനിമയൊക്കെ കാണുന്ന ഒരു ഫീല് നമുക്ക് ഈ പടത്തിൽ കിട്ടും. അങ്ങനെ ഒരു ലോകം അവസാനിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഗ്രാവിറ്റി നഷ്ടപ്പെട്ട സുനാമി വരാം, അങ്ങനെ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, സൈഫൈ സിനിമയാണ്. അപ്പോൾ ഫുൾ ആകാശത്തേക്ക് പോകുന്ന സാധനമാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് കണ്ടിട്ട് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്പേസിലേക്ക് പോയിട്ടുള്ള സീനുകളൊക്കെ വളരെ കുറച്ചുള്ള, കൂടുതലും ഭൂമിയിലുള്ള സീനുകളാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ നല്ല രസമായിട്ടിരുന്ന് കാണാനായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ വിവരിച്ച് പറയാൻ മാത്രമൊന്നും ഇല്ല, കാരണം നല്ല സിനിമയാണ്. ഇപ്പോൾ നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ VFX ചില ഭാഗത്ത് എനിക്ക് ക്വാളിറ്റി മിസ്സായി. ചിലപ്പോൾ ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങിൻ്റെ ആയിരിക്കാം, എനിക്കറിയില്ല. പിന്നെ എടുത്ത ഷോട്ടുകളിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ചില ഭാഗത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ കണ്ട പ്രിൻറ്റിനാണെന്ന് അറിയില്ല, ഞാൻ നല്ല പ്രിൻ്റാണ് കണ്ടത്. എന്നാലും കളർ ഗ്രേഡിങ് എനിക്ക് ചില സ്ഥലത്ത് ഇഷ്ടമായിട്ടില്ല. പിന്നെ ചന്ദ്രൻ വരുന്നതുകൊണ്ടും ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആളുടെ ചിന്താഗതിയിൽ ഇങ്ങനെ ഒരു ഗ്രേഡ് ആയിരിക്കാം എന്നാണ് തോന്നിയിട്ട് അവൻ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ല രസമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും സൈഫൈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സൈഫൈ സിനിമയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഇനി സമയം നോക്കിയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ കൂടുതലും പറഞ്ഞില്ലേ, റിലീസ് സിനിമകൾ ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടാറില്ല. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ സിനിമകളും പോയി തിയേറ്ററിൽ കാണാറില്ല. എനിക്ക് കാണാത്ത പോകുന്ന സിനിമകളാണ് ഞാൻ കാണാറ്. അപ്പം അതുകൊണ്ടാണ് മറ്റുള്ള റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ പോലെ എല്ലാ പടങ്ങളും കണ്ട് റിവ്യൂ ചെയ്യാത്തത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളും എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്ന പടങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അത് നിങ്ങൾക്ക് കാണണോ വേണ്ടതെന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഭാവിയിൽ ഇനി നമ്മുടെ ചാനലൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യാൻ ശ്രമിക്കാം ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയുള്ളത്. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.